ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സോയാ ബോൾ കറിയാണ്. അപ്പോൾ സോയാബീൻ ഞാൻ മുമ്പേ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട സാധനങ്ങൾ 2 സവാള, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് 2 സവാളയാണ് ഞാൻ എടുത്തത്. പിന്നെ പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, എനിക്കിഷ്ടമാണ്, ഞാൻ അതെടുത്തു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില. ഇവിടെ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ പാൻ വെച്ച് ഈ വറ്റൽമുളകും കറിവേപ്പിലും കടുകൂട്ടി നന്നായിട്ട് പൊടിച്ച് വെച്ച് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് പാനിലേക്ക് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നൊന്ന് മൂക്കുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം നമ്മൾ സവാള ഇട്ട് സവാളയും അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴകാനായിട്ട് വെച്ചു. ഞാൻ പിന്നെ അടച്ചിട്ട് വയ്ക്കില്ല. പിന്നെ അതിപ്പോൾ പതുങ്ങി പോകുന്നതുകൊണ്ട് ഞാൻ ഈ എണ്ണയിൽ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് വെളുത്തുള്ളിയിലാണ് പിന്നെ ഇഞ്ചി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, അതൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ അതിനുശേഷം തക്കാളി ഇട്ടു. ആ വെള്ളം വെച്ചേക്കുന്നത് ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടി തിളപ്പിച്ച വെള്ളമല്ലേ ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കാതെ. അപ്പം അങ്ങനെ ഞാൻ വെച്ചതാണ്. അപ്പം പിന്നെ നമ്മൾ പൊടികളിട്ടു, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, അങ്ങനെ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഞാൻ ഈ പിഴിഞ്ഞ് വെച്ച് വെള്ളമൊക്കെ കളഞ്ഞ് സോയാബീനകത്തോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു തിളച്ചൊരു പരുവാകുമ്പോഴത്തേന് ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പൊടി ഒഴിക്കുന്ന വീഡിയോ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.